കേരളത്ത് വൻ പ്രതിഷേധവുമായി നാട്ടുകാർ. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെത്തി MV ജയരാജനടക്കമുള്ള നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു. വനാതിർത്തിയിലെ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സിനും പ്രതിഷേധക്കാർ തടഞ്ഞു. അരുൺ പാറയ്ക്കൽ ആർലത്തും ചെയ്യുന്നു. അരുൺ, പ്രതിഷേധം അതെങ്ങനെ ഇരമ്പുകയാണ്? സ്വാഭാവികമായ ഒരു ജനരോഷം ഉണ്ടാകും. അവരുടെ പ്രിയപ്പെട്ട രണ്ടുപേരെയാണ് കാട്ടാനാക്രമണത്തിൽ അവർക്കൊക്കെ ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? പോലീസ് സന്നാഹം അവിടെ ഉണ്ടോ? സുഹൈലെ, നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നാണ്. പ്രതിഷേധക്കാർ വ്യാപകമായി സംഘടിക്കുന്നു, നാട്ടുകാർ വ്യാപകമായി സംഘടിക്കുന്നു. ഒപ്പം പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ്. പ്രതിഷേധക്കാർ ഈ റോഡ്, അതായത് ഈ ആറളം ഫാമിൽ ഇന്നലെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ദമ്പതികളുടെ വീട്ടിലേക്കുള്ള റോഡ്, അവരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ആ സ്ഥലത്തേക്ക് പോകാനുള്ള റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് മരക്കമ്പുകളും അതുപോലെ തന്നെ വലിയ കല്ലുകളും ഒക്കെ വെച്ച് പ്രതിഷേധക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ, പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയത്. അവരെയും പ്രതിഷേധക്കാർ തടഞ്ഞു. വീട്ടിലേക്ക് ആരെയും കടത്തിവിടില്ല എന്നൊരു നിലപാടിൽ തന്നെ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുന്നു, നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഈ മൃതദേഹവുമായുള്ള ആംബുലൻസ്, പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തി. പക്ഷേ പോലീസ് ഇടപെട്ടിട്ടും പ്രതിഷേധക്കാർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. ഈ ആംബുലൻസ് അകത്തേക്ക് കയറ്റിവിടാൻ, ഈ വീടിന്റെ പരിസരത്തേക്ക് കയറ്റിവിടാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ സമ്മതിക്കുന്നില്ല. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. അവരുടെ പരിഹാരം, അതായത് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ നാട്ടുകാർ ഈ പ്രതിഷേധം തണുപ്പിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഈ വനമേഖലയിൽ, അതായത് ആറളം ഫാമിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആ തീ അണയ്ക്കാൻ എത്തിയ ഫയർഫോഴ്സ് വാഹനം പോലും നാട്ടുകാർ അങ്ങോട്ട് കടത്തിവിട്ടില്ല. വനമന്ത്രിയും ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തി വിഷയത്തിൽ ചർച്ച, അതായത് ഉചിതമായ പരിഹാരം കാണാതെ, ഇവരുമായി ചർച്ച നടത്താതെ ഇവരെ ഈ പ്രതിഷേധം തണുക്കില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വനമന്ത്രിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നില്ല. ആറളം ഫാമിലെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ, ആദിവാസി ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഈ പ്രദേശത്ത് നിന്നാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രതിനിധികളുമായി പഞ്ചായത്ത് ഓഫീസിലെല്ലാം ഈ ചർച്ച നടത്തേണ്ടതെന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നത് ആംബുലൻസിനെ കടത്തിവിടാനുള്ള ശ്രമം, മൃതദേഹവുമായി എത്തിയ ആംബുലൻസിനെ കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതും ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. സുഹൈൽ, പുറത്തിറങ്ങാൻ ഭയപ്പാടോടി നിൽക്കേണ്ട ജനതയുടെ ജനരോഷമാണ് അവിടെ ഉള്ളത്. എന്തായാലും പ്രതിഷേധത്തിന്റെ സ്വഭാവങ്ങൾ മാറുന്നു, ആളുകൾ വല്ലാതെ സംഘടിക്കുന്നു, നേതാക്കളെ അടക്കം തടയുന്നു. അരുൺ, ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ഒരു ചർച്ചയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണോ? മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്, നാട്ടുകാർ ഉയർത്തുന്നത്? സുഹൈല്, ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഈ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് ഈ കാട്ടാന ശല്യം ആറളം ഫാമിൽ വ്യാപകമായുണ്ട്. നിരവധി ജീവനുകൾ, കഴിഞ്ഞ 10 വർഷത്തിനിടെ 14 ജീവനുകൾ കാട്ടാനശല്യത്താൽ പൊലിഞ്ഞു. ഇതൊക്കെ ഉയർത്തിക്കാട്ടി വ്യാപകമായ പ്രതിഷേധം നടന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഉറപ്പു നൽകിയത് ഇവിടേക്ക് ഇന്ന് വനം മന്ത്രി എത്തും, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും, അതിനുശേഷം ഇവിടെ ഒരു ചർച്ച നടത്തും, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുമെന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും വനം മന്ത്രി പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. അതുമാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നില്ല. നേരത്തെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് ഫയർഫോഴ്സ് വാഹനം ഇവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞയച്ചു. അതിൽ കൂടുതൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥർ ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ, പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ആ പ്രദേശത്തേക്കുള്ള വഴി, അതായത് ഈ 13-ാം ബ്ലോക്കാണ്. ഈ 13-ാം ബ്ലോക്കിലെ ഇന്നലെ മരണപ്പെട്ട ഈ ദമ്പതികളുടെ വീട്ടിലേക്ക് സംസ്കാരം നടക്കാനുള്ള സ്ഥലത്തേക്കുള്ള വഴി ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അത് വലിയ മരക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് നാട്ടുകാർ അടച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള നാട്ടുകാർ സംഘടിച്ചിരിക്കുന്നു, പ്രതിഷേധക്കാർ സംഘടിച്ചിരിക്കുന്നു. പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുമായി, പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട്, നാട്ടുകാരുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയും ഇവിടെ എത്തണമെന്നൊരു ഉറച്ച നിലപാടിൽ തന്നെ പ്രതിഷേധക്കാർ നിൽക്കുന്നു. ഈ ആംബുലൻസ്, മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഈ തീ അണയ്ക്കാനുള്ള ഫയർഫോഴ്സ് വാഹനം അത് മടങ്ങിപ്പോയി. ആ തീ കാട്ടിൽ പടർന്നോട്ടെ എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഇവരുള്ളത്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് എന്തിനാണ് വനം വകുപ്പ് എന്നൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുകയാണ്. ജനങ്ങൾ സംഘടിക്കുകയാണ്, നേതാക്കളടക്കം തടയുകയാണ്. ആന ജീവനെടുക്കുമ്പോൾ കാട്ടാന
കലിയിൽ ജീവനൊടുങ്ങുമ്പോൾ 10-11 ലക്ഷം നഷ്ടപരിഹാരം മാത്രം നൽകി വളരെ സ്ഥായിയായി തൽക്കാലത്തേക്ക് ഒരു പരിഹാരം കാണുന്ന അപ്പുറത്തേക്ക് ശാശ്വതമായ പെർമനന്റ് ആയ ഒരു സൊല്യൂഷൻ വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ. പ്രത്യേകിച്ച് ആറളത്ത് ഇത്തരത്തിൽ സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. 6 വർഷത്തിനിടെ 11-12 ജീവനുകളാണ് കാട്ടാനാക്രമണത്തിൽ മാത്രം പൊളിഞ്ഞത്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധമാണ് ജനങ്ങൾ അവിടെ നടത്തുന്നത്. ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നു. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസവും അവിടെയുണ്ട്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.